जनौषधि केंद्र വന്നത് എനിക്ക് വളരെ സന്തോഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി जनौषधि കേന്ദ്ര അതിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ മരുന്ന് കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഒരു സംസ്ഥാനമായി ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ മരുന്ന് കിട്ടുന്ന ഒരു ഓർഗനൈസേഷനാണ്. തിരുവനന്തപുരത്ത് ഇതുവരെ 77 जनौषधि കേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വരുന്ന 5 കൊല്ലത്തില് എല്ലാ അസംബ്ലി സെഗ്മെന്റ്സില് ഒരു 30-35 जनौषधि കേന്ദ്രം ഉണ്ടാക്കാം എന്നാണ് മോദിജിന്റെ ഗ്യാരണ്ടി. തിരുവനന്തപുരത്ത് ഒരു 350 ജാസ്തി जनौषधि കേന്ദ്രം വരുന്ന കൊല്ലത്തിലെല്ലാം ഉണ്ടാവും. അതും PM ആയുഷ്മാൻ അതിൽ 5 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കവറേജും കോസ്റ്റ് ഇല്ലാണ്ട് സർജറിക്ക് കിട്ടുന്ന ഒരു ഫ്രെയിംവർക്കും ഇത് രണ്ടും നോക്കിയാൽ നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിൽ ഈ ഹെൽത്തും മരുന്നും അതിന്റെ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു കാര്യം പ്രധാനമന്ത്രി മോദിജി 10 കൊല്ലത്തിൽ ചെയ്തിട്ടുണ്ട്. जनौषधि കേന്ദ്ര എല്ലാവർക്കും നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് മരുന്ന് ഒരു കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഒരു സംവിധാനമാണ്. വളരെ ഒരു എംപവർമെന്റും കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് 77 തിരുവനന്തപുരത്ത് സ്റ്റാർട്ടായിട്ടുണ്ട്. അത് മോദിജിന്റെ എന്റെയും സഹായത്തോട് ഞങ്ങള് അത് 30-35 എല്ലാ സെഗ്മെന്റിലും ഇൻക്രീസ് ചെയ്യാൻ ഞങ്ങൾക്കൊരു താല്പര്യമുണ്ട്, അതിന് കഴിവുണ്ട്. അതുകൊണ്ട് വരുന്ന കൊല്ലത്തിലെല്ലാം ഇത് 77 നമ്പർ ഇൻക്രീസ് ആയിട്ട് 0 77 350 തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റില് PM जनौषधि കേന്ദ്രം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം.